അതെ, ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത്? അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ. പട്ടിയൊക്കെ നിന്നെ വനജയെന്നാ വിളിക്കാറ്. ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെയാ വിളിക്കാം. അമിതാഭ് ബച്ചൻ സാറിന്റെ വീട്ടിലാണ് ഞാൻ പിന്നീട് ജോലിക്കുന്നത്. പിന്നെ എനിക്ക് അവിടെ തുടരാൻ പറ്റിയില്ല. ഞാൻ ഒരാഴ്ച എന്നുള്ള ഭയങ്കര അച്ഛനെ വിളിയടേ, ഭയങ്കര തന്തയ്ക്ക് വിളി. ഇപ്പൊ നിങ്ങൾ അച്ഛനെ വിളിച്ചാൽ നിങ്ങൾ നിൽക്കോ? ഞാൻ നിൽക്കോ? ഒരിക്കലും. നമ്മളൊരു സാമ്പാർ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ടേബിളിൽ ഇങ്ങനെ ഇരുന്നിട്ട് അച്ഛാ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എങ്ങനെയാണ് സൂചിക്കുന്നത്? നമ്മൾ കഷ്ടപ്പെട്ട് അടുക്കളയിൽ നിന്ന് ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മൾ അച്ഛനെ വിളിച്ച സാധാരണ അനു ഇങ്ങനെയായിരുന്നു വന്നോണ്ടിരുന്നത്. ഇന്ന് അടി കൊണ്ടിട്ട് പോണത് ഇങ്ങനെയായിരിക്കും. അല്ല, ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും കേമന്മാരാണെന്നും പറയരുത്. ആ കൊച്ചു ഇവിടെ ഒരു നഷ്ടവും വരുത്തി വെക്കാത്തോണ്ടാണ് അതിനെ പറഞ്ഞു വിട്ടത്. നിങ്ങളെ ഒന്നും വിടാത്തത് നിങ്ങളുടെ അതിന് കുറെ പിടിക്കാനുണ്ട്. അയൽവക്കത്തെ വീട്ടിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോ അപ്പുറത്തെ അമ്മായി വന്ന് നിൽക്കും പോലെ. എന്നിട്ട് വൈകുന്നേരം ഭയങ്കര കുറ്റം പറഞ്ഞുണ്ടാക്കാനാ. എന്തായാലും ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇങ്ങനെ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ്. ഫസ്റ്റ് ക്രിസ്മസ് ഗിഫ്റ്റ് ഇതാ. മെറി ക്രിസ്മസ് ടു റിമി ടോമി. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇറ്റ്സ് ടൈം ടു അൺബോക്സ്. ഹാപ്പി ക്രിസ്മസ്. എടുത്ത് തിരിച്ചു വെച്ചപ്പോ കൂണ് പോലെ മേരി ക്രിസ്മസ്. നിങ്ങളൊക്കെ തന്നെ ഞാൻ എല്ലാക്കെ കേട്ട അവിടെ നിന്ന് മാട്ട കൗണ്ടൊക്കെ കേട്ട. ഇനി എടുത്ത് പൊക്കിയാലോ അത് വേണോ? അതിന്റെ ഒരൊറ്റ പ്രതീക്ഷയിലാണ് ഈ വേഷം ഞാൻ ചെയ്തത്. Come on, come on, come on, yeah!